വയനാട് ടൗൺഷിപ്പ് വീടുകളിലെ നിർമ്മാണത്തിൽ അപാകതകളെന്ന ആരോപണത്തിനിടെ വീടുകൾ സന്ദർശിച്ച മന്ത്രി കെ രാജൻ. മേൽക്കൂരയിൽ വെള്ളം കിനിഞ്ഞു വന്ന പാടുകളുണ്ട് എന്നല്ലാതെ വിള്ളലുണ്ടായിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞു. വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇതുവരെ ദുരന്തബാധിതർക്ക് കൈമാറിയിട്ടില്ല. താമസം തുടങ്ങിയ ശേഷം പ്രശ്നങ്ങൾ വന്നാൽ ഊരാളുകൾ സമാധാനം പറയേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. 58 ഘട്ട ഗുണനിലവാര പരിശോധന കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഓരോ മെറ്റീരിയലും പുറത്തിറക്കുന്നത്. അത് കിഫ്കോണും അതുപോലെ തന്നെ യൂരാളുങ്കലും സർക്കാരുമായിട്ടുണ്ടാക്കിയ ഒരു ത്രികക്ഷി കരാറിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. അത് തുടർച്ചയായി നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വീടിനകത്തേക്ക് വെള്ളം ഇറങ്ങില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇത് കൊടുക്കും. വീട് കൊടുക്കുന്നതിന് മുമ്പ് ആരാണോ വീടിൻ്റെ ഉടമസ്ഥൻ, ആ വീടിൻ്റെ ഉടമസ്ഥനും ഊരാളുങ്കലും കിഫ്കോണും കൂടി വീണ്ടും സംയുക്ത പരിശോധന നടത്തും. 3 പേരും സംയുക്തമായി നടത്തിയതിനു ശേഷമാണ് വീട് കൈമാറുക. 3 പരിശോധന നടത്തി ഇത് കൈമാറിക്കഴിഞ്ഞാലും 5 വർഷക്കാലത്തേക്ക് ഏതെങ്കിലും ഒരു ഡിഫക്റ്റ് നിർമ്മാണത്തിലുണ്ടെങ്കിൽ ഊരാളുങ്കൽ കമ്പനി നിർബന്ധമായും ആ ഡിഫക്റ്റ് ക്യൂർ ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ക്യൂർ ചെയ്തില്ലെങ്കിലോ ക്യൂർ ചെയ്യും വരെ ഒരു നിശ്ചിതമായ സംഖ്യ ഓരോ വീടിന്റെ പേരിലും ഉള്ളത് സർക്കാർ പിടിച്ചു. 5 കൊല്ലം കഴിഞ്ഞ് ആരുടെയും പരാതി അവരുടെ വീടുകളിൽ ഇല്ലെങ്കിൽ ആ വീടുകളുടെ സർക്കാർ പിടിച്ചു വെച്ചിട്ടുള്ള ഊരാളുകളുടെ പണം നമ്മൾ റിലീസ് ചെയ്യും. ദീപക് മോഹൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ദീപക്, ഇന്നലെ ഈ വാർത്ത വന്നതിന് പിന്നാലെ, വിവാദമായതിനു പിന്നാലെ മന്ത്രി നേരിട്ടെത്തി അവിടെ പരിശോധന നടത്തുകയാണ്. വീട് കൈമാറുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് ഉറപ്പും നൽകുന്നു. ഈ ആശങ്കയ്ക്ക് അവസാനമായോ? മാധു, അല്പം മുൻപാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഈ വീട്ടിലേക്ക് എത്തിയത്. നമ്മൾ ഇന്നലെ ഈ വീടിന്റെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചതാണ്. ഒന്നാം ഘട്ടത്തിൽ ആദ്യം കൈമാറിയ 178 വീടുകളിൽ 1A 8ാമത്തെ വീടാണ്. ഈ വീടിന്റെ ഗുണഭോക്താവ് നൌഫൽ എന്ന ചൂരൽമല സ്വദേശിയാണ്. ഈ വീടിനകത്ത് വിള്ളലുണ്ടായി എന്ന് നമ്മൾ ഇന്നലെ വാർത്ത നൽകിയിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമായും റവന്യൂ മന്ത്രി പറഞ്ഞത് മേൽക്കൂരയിൽ വെള്ളം കിനിഞ്ഞു വന്ന പാടുകൾ കണ്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും വീടുകളിൽ വിള്ളൽ ഉണ്ടായിട്ടില്ല വീടുകളിൽ വിള്ളൽ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഇതിനോടൊപ്പം ഇതുവരെ ഒരു വീടും ദുരന്തബാധിതർക്ക് കൈമാറിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വീടിനകത്ത് കയറി മന്ത്രി ആ ഭാഗം പരിശോധിച്ചു. സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് നേരത്തെ, അതായത് ആ കിനിവ് വിള്ളലുണ്ടായ ഭാഗത്തിന് 2 ഭാഗത്തായാണ് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തത്. അതിന് നടുക്കുള്ള ഭാഗത്ത് മന്ത്രി കയറി പരിശോധന നടത്തിയൊപ്പം വീടിന് മുകളിലും മന്ത്രി പരിശോധന നടത്തി. വിള്ളൽ ഉണ്ടായി അല്ലെങ്കിൽ ചോർച്ചയുണ്ട്, വെള്ളം കിനിഞ്ഞു വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായില്ല. കിനിഞ്ഞു വന്ന പാടുകൾ കണ്ടു എന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ട്. ദുരന്തബാധിതർക്ക് ഇതുവരെ വീടുകൾ കൈമാറിയിട്ടില്ല. കൈമാറിയത് പട്ടയം മാത്രമാണെന്നും നിർമ്മാണം പൂർത്തിയാക്കി വീടുകൾ ഔദ്യോഗികമായി കൈമാറുന്ന ഘട്ടം ഇനിയും ബാക്കിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമല്ല വീടുകൾ കൈമാറുക ശേഷമുള്ള പ്രശ്നങ്ങൾ അതിന്റെ ഗൗരവത്തോടെ പരിഹരിക്കുമെന്നും മന്ത്രി കെ രാജൻ